ഹലോ, ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗീ റൈസ് റെസിപ്പി ആക്കിയാലോ. സാധാരണ ഗീ റൈസിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഫ്രഷ് ഹെർബ്സ് ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത്. അതിനൊപ്പം നല്ലൊരു ടേസ്റ്റി ചിക്കൻ കറിയും ഉണ്ടാക്കുന്നുണ്ട്. രണ്ടും കൂടി ചേർന്ന് വരുമ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് ലഞ്ച് കോമ്പിനേഷൻ തന്നെയാണ്. എന്നാൽ നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം. ആദ്യം ഗീ റൈസ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. അരി നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്കൊരു ഗ്രീൻ മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് കൂടുതൽ മല്ലിയില എടുക്കാം. 3-4 പുതിനയിലയും വലിയ 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിലുള്ള സ്പൈസസ് ചേർക്കാം. ഇതിലേക്ക് ഒരു അര നാരങ്ങയുടെ നീര് ഒന്ന് പിഴിഞ്ഞു കൊടുത്തതിന് ശേഷം കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഗീ റൈസിലേക്ക് ചേർക്കാനുള്ള കുറച്ച് ഗാർണിഷ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് നെയ്യ് ചൂടാക്കിയ ശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിയും ഓരോന്നായി ചേർത്ത് നല്ല പോലെ ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം. കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഉള്ളിയും ഇതുപോലെ ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം. ഗീ റൈസ് റെഡിയാക്കാനുള്ള പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും അതേപോലെ കുറച്ച് ഓയിലും കൂടെ ചേർത്ത് അതൊന്ന് ചൂടാക്കി എടുക്കാം. നെയ്യ് ചൂടായാൽ അതിലേക്ക് നമുക്ക് സ്പൈസസ് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വലിയ ഉള്ളി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് റെഡിയായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗ്രീൻ മസാലയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ജീരകശാല റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും അതേപോലെ തന്നെ ഒരു നാരങ്ങൻ്റെ പകുതിയുടെ നീരും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് അരി എടുത്തതുകൊണ്ട് അതിക്ക് 1.25 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അരിയുടെ വേവിനനുസരിച്ചിട്ട് ചിലപ്പോൾ വ്യത്യാസം വരാം. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. റൈസ് ഇപ്പോൾ ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിച്ചപ്പും കൂടെ വിതറി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് കുറച്ച് നേരം അടച്ചു വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള കറി റെഡിയാക്കണം. അതിന് ആദ്യം കഴുകിയ ചിക്കൻ എടുത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു മസാല റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും എരിവിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ, മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് മാറ്റി വെക്കാം. കറി തയ്യാറാക്കാനുള്ള പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വലിയ ജീരകം ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ശേഷം കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങ ഒന്ന് ആവശ്യത്തിന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായി കുക്കായി വരുമ്പോൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം ഓൾറെഡി നമ്മൾ മസാലയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചേർക്കാൻ.
തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള മസാലയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ചിക്കനും മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം ചിക്കന് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിച്ചപ്പും കൂടെ വെതറി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ഗീ റൈസും അതിനൊപ്പം കഴിക്കാനുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വീഡിയോ ഇഷ്ടമായ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.